മണിക്കുട്ടികളെ ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രി ഇക്വേഷൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെയാണ്. ട്രിഗ്നോമെട്രി നമ്മൾ പല ഇക്വേഷനും സോൾവ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ. ഇപ്പം x+3 = 5, x+3 = 5 എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്, നിർദ്ധാരണം ചെയ്തിട്ടുണ്ട്. x+3 = 5 കിട്ടണമെങ്കിൽ എക്സിന് 2 കൊടുക്കണം. 2 + 3 = 5 അല്ലേ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻ്റെ അകത്തുള്ള വേരിയബിൾ, അറിയാൻ മേലാത്തൊരു വേരിയബിൾ കാണും. ആ വേരിയബിളിന് കൊടുക്കുന്ന വാല്യൂ, ഇക്വേഷൻ ശരിയാവുന്ന രീതിയിൽ ആ വേരിയബിളിന് കൊടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അതായത് x+3 പറഞ്ഞല്ലോ, x+3 = 5. ഇത് ശരിയാവണമെങ്കിൽ എക്സിന് നമ്മൾ 2 കൊടുക്കണം, x = 2. അപ്പം ആ x = 2 അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ നിർദ്ധാരണം ചെയ്തതിൻ്റെ മൂല്യം കണ്ടുപിടിക്കാന്നൊക്കെ നിങ്ങൾ 8, 9, 10 ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഒരു ഇക്വേഷൻ. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സാധാരണ ഇക്വേഷൻ അല്ല, ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന ഇക്വേഷൻസിനാണ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉള്ള വേരിയബിളിന് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. നമുക്ക് ഒരു 5 ടൈപ്പ് ഇക്വേഷൻസ് ഉണ്ട്. 5 ടൈപ്പ് ഇക്വേഷൻസ് ഉണ്ട്. അതിൻ്റെ ഓരോ ടൈപ്പിൻ്റെ സൊല്യൂഷൻ പഠിച്ചു വെക്കണം. 5 ടൈപ്പാണുള്ളത്, എളുപ്പമാണ്. ആ 5 ടൈപ്പ് പഠിച്ചു വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. സോൾവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ് ചോദിക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്, എന്നാലും നിങ്ങളത് പഠിക്കണം. അതായത് 5 ടൈപ്പാണ് ഉള്ളത്. 5 ടൈപ്പ് ഇക്വേഷൻ. ഞാനൊരു കോളം വെച്ച് എഴുതി തരാം. ഇക്വേഷനും ഉണ്ട്, അതിൻ്റെ ജനറൽ സൊല്യൂഷനും ഉണ്ട്, പ്രിൻസിപ്പൽ സൊല്യൂഷനും ഉണ്ട്. ജനറൽ സൊല്യൂഷൻ ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ, അത് ഏത് വേണേലും എടുക്കാം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഇപ്പോൾ സൈൻ എക്സ് അല്ലെ കോസ് എക്സ് അങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പം ഈ എക്സ് എന്ന് പറഞ്ഞ ആംഗിളാണ്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾസാണ്. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾസ് ആണ് കിട്ടുന്നത്. ഈ ആംഗിളിൻ്റെ വാല്യൂ ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 360 വരെ, 0 തൊട്ട് 2π വരെ ഫുള്ള് സർക്കിൾ. ഇതിൻ്റെ അകത്ത് വരുന്ന ആംഗിൾസിന്റെ സൊല്യൂഷനാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിന്റെ അകത്ത് 0യുടെയും 2πയുടെയും ഇടയിൽ വരുന്ന ആംഗിൾസിനാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അതിന്റെ ഇടയിൽ വരുന്ന സൊല്യൂഷനാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഉള്ളതൊക്കെ ജനറൽ സൊല്യൂഷനാണ്. നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ജനറൽ സൊല്യൂഷൻ, അതിൽ നിന്ന് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. 0 തൊട്ട് 2π വരെയുള്ള ആംഗിൾ ഏതാ വരുന്നത് നോക്കിയാൽ മതി. ജനറൽ സൊല്യൂഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഉണ്ട്. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഓരോ കേസിലും 5 കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇക്വേഷനും ജനറൽ സൊല്യൂഷനാണ്. ഇക്വേഷനും ഉണ്ട്, ജനറൽ സൊല്യൂഷനും ഉണ്ട്. അഞ്ച് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ടൈപ്പ് ഇതാണ്. sin x = 0 ഫോമിൽ വരുന്നു. sin x = 0. അപ്പൊ x തന്നെ പറഞ്ഞൊന്നുമില്ല കേട്ടോ. sin x അല്ലെ sin 2x, sin 3x ആ ഫോമിൽ sin x = 0 ഫോമിൽ വന്നാൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = nπ. ഈ n-ന്റെ വാല്യൂ ഏത് ഇൻറ്റിജർ വേണേലും ആകാം കേട്ടോ. പോസിറ്റീവ് ഇൻറ്റിജറും ആകാം, നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ആദ്യം പഠിച്ചിരുന്നു 1, 2, 3 etc. 0 എടുക്കാം, -1, -2, -3 ഏത് വേണേലും എടുക്കാം. അപ്പോൾ sin x = 0 ഫോമിൽ വന്നാൽ അതിന്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ x = nπ ആണ്. n എന്ന് പറഞ്ഞാൽ ഏത് ഇൻറ്റിജർ വേണേലും ആകാം. ഈ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ cos x = 0 വരുന്നു. cos x = 0 വന്നാൽ അത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. sin x ന് nπ ആ. nπ എന്ന് പറയുമ്പോൾ n 0 വന്നാൽ 0π വരും. n 0 വന്നാൽ 0 വരും. sin 0 0 ആണെന്ന് നമുക്കറിയാലോ. n ന് 1 കൊടുത്താൽ 1/π വരും. sin πയും 0 ആണെന്ന് അറിയാലോ. 2 വന്നാൽ 2π, sin 2π 0 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും നിങ്ങൾ അത്രയും നോക്കണം. sin x = 0 വന്നാൽ അതിന്റെ സൊല്യൂഷൻ x = nπ. n ന് ഏത് ഇൻറ്റിജർ വേണേലും കൊടുക്കാം. ഇനി അടുത്തത് cos x = 0. cos x = 0 വരുമ്പോൾ നമുക്കറിയാം കോസിന്റെ വാല്യൂ 0 വരുന്ന ആംഗിൾ 90, π/2 ന് 0 ആണ്. cos π/2 0 ആണ്, 3π/2 0 ആണ്, 5π/2 അതിന്റെ ഓഡ് മൾട്ടിപ്പിൾസ്, π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസിലെല്ലാം 0 ആണ്. അപ്പൊ നമുക്ക് ജനറൽ സൊല്യൂഷൻ വേണമെങ്കിൽ ഓഡ് നമ്പർ ആയിട്ട് വരണം. ഈ 2n വരുമ്പോൾ ഈവനാണ്. 2n എന്ന് പറയുമ്പോൾ ഈവൻ ആണ്. ഒരു +1 കൂടെ ഇടുമ്പോൾ ഓഡ് വരും. 2n + 1 × π/2. 2n + 1 എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ വരും × π/2. ആ ഫോമിൽ വന്നാൽ
നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് എഴുതാം. cos x = 0 ഫോമിൽ വന്നാൽ അതിന്റെ സൊല്യൂഷൻ ഇതാണ്. x = 2n + 1 × π/2. ഇവിടെ n ഏത് ഇന്റിജർ വേണമെങ്കിലും ആകാം. ഇപ്പൊ രണ്ട് കേസായി, രണ്ട് ടൈപ്പ് ഇക്വേഷനായി. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് sin x = sin y. sin x = sin y. ഇതിലെ x ആണ് നമുക്ക് വേരിയബിൾ, y എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ആംഗിൾ ആയിരിക്കും. y എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആംഗിൾ ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആംഗിൾ ആയിട്ട് വരും y. ഈ ഫോമിൽ വന്നാൽ ഇതിന്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ ഇതാണ്. x = n/, പ്ലസ് -1n ഇൻറ്റു y. എല്ലാം n ബിലോങ്സ് ടു z ആണ്. ഇത് നീളത്തിൽ പഠിക്കണം. sin x = sin y ഫോമിൽ വന്നാൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = n/, പ്ലസ് -1n ഇൻറ്റു y. ഇതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കേണ്ട, ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. n ബിലോങ്സ് ടു z. ഇതാണ് sin x = sin y ഫോമിലുള്ള ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. ഇനി അടുത്തത് നാലാമത്തേത് cos x = cos y ആണ്. cos x = cos y ഫോമിൽ വന്നാൽ ഈ കേസിലെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = 2n/, പ്ലസ് ഓർ മൈനസ് y. 2n/, പ്ലസ് y യും വരാം, 2n/, മൈനസ് y യും വരാം. ഇവിടെ n ബിലോങ്സ് ടു z. ഇതാണ് cos x = cos y ഫോമിൽ വന്നാൽ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ x = 2n/, പ്ലസ് ഓർ മൈനസ് y. ഇനി ഒരു കേസും കൂടെ, അഞ്ചാമതായിട്ട് ഒരു കേസും കൂടെ, tan x = tan y. tan x = tan y ഫോമിൽ വന്നാൽ ഇതിന്റെ സൊല്യൂഷൻ എന്നത് x = n/, പ്ലസ് y. അത്രയേ ഉള്ളൂ, n/, പ്ലസ് y ഉള്ളൂ, n ബിലോങ്സ് ടു z. ഇത് ഓർത്ത് വെക്കണം. sin x = 0 ഫോമിൽ വന്നാൽ x = n/, n ബിലോങ്സ് ടു z. cos x = 0 ഫോമിൽ വന്നാൽ x = 2n + 1 × π/2. അവിടെയും n ബിലോങ്സ് ടു z. എല്ലാം n ബിലോങ്സ് ടു z. sin x = sin y ഫോമിൽ വന്നാൽ x = n/, പ്ലസ് -1n × y. cos x = cos y ഫോമിൽ വന്നാൽ x = 2n/, പ്ലസ് ഓർ മൈനസ് y. tan x = tan y ഫോമിൽ വന്നാൽ x = n/, പ്ലസ് y. അപ്പോൾ ഇത്രയും ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം, ഓരോ ഫോമും അതിന്റെ സൊല്യൂഷനും. ഇത് വെച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. അത് എന്താണെന്ന് ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും, ചില കേസിലെ ജനറൽ സൊല്യൂഷൻ മാത്രം കണ്ടാൽ മതി. ജനറൽ സൊല്യൂഷൻ മാത്രം കാണാനാണ് എളുപ്പമുണ്ട്. എന്താണേലും പ്രിൻസിപ്പൽ സൊല്യൂഷൻ ചോദിച്ചാലും ജനറൽ സൊല്യൂഷൻ കാണാതെ പറ്റത്തില്ല. എന്തായാലും ജനറൽ സൊല്യൂഷൻ ഉറപ്പായിട്ട് പഠിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ. ഈ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷനാണ്. അപ്പൊ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, sec x = 2. sec x = 2. ഈ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനും കണ്ടുപിടിക്കണം. ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷന് 0 തൊട്ട് 2π വരെയുള്ള ആംഗിൾ, 0 തൊട്ട് 360 വരെയുള്ള ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ഇത് ശരിയാവുന്ന രീതിയിൽ. അപ്പോൾ sec x = 2. ഇത് നോക്കുക, sec x = 2 ആണ്. നമ്മൾ പഠിച്ചത് ആകെ പഴയ sin x = 0, cos x = 0, sin x = sin y, cos x = cos y, tan x = tan y. നമ്മൾ സൈനും കോസും ടാനും വെച്ചേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം അല്ലാതെ സീക്കോ കൊസീക്കോ കോട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ സൈനിലോട്ടോ കോസിലോട്ടോ ടാനിലോട്ടോ മാറ്റണം. റെസിപ്രോക്കൽ എഴുതിയാൽ മതി. ഇപ്പോൾ ഇത് സീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിന്റെ റെസിപ്രോക്കലാ, സീക്ക് കോസിന്റെ അല്ലേ. അപ്പോൾ സീക്ക് എക്സിനെ 1/cos x എന്ന് എഴുതാം. 1/cos x = 2. 2നെ വേണേൽ 2/1 എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ തിരിച്ചെഴുതാം. തിരിച്ചെഴുതിയാൽ 1/cos x എന്നുള്ള cos x/1 വരും. അതായത് cos x = ഇവിടെ തിരിച്ചെഴുതി 1/cos x എന്നുള്ളത് നമ്മൾ ഇവിടെ തിരിച്ചെഴുതുമ്പോൾ റൈറ്റ് സൈഡ് തിരിച്ചെഴുതണം. അപ്പോൾ cos x, അതായത് cos x നെ നമ്മൾ തിരിച്ചെഴുതി cos x/1 എന്ന് പറയുന്നത് ഇതും തിരിച്ചെഴുതുക 1/2. അതായത് cos x = 1/2 എന്ന് വരും. 1/cos x 2 ആണെങ്കിൽ തിരിച്ച് cos x എന്ന് തിരിച്ചു വരും, 1/2 വരും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1/cos sec x നെ നമ്മൾ അതേപടി മാറ്റി 1/cos x = 2 എന്ന് വെച്ചാൽ 2/1 ആണ്. ഇവിടെ നമ്മൾ തിരിച്ചെഴുതി cos x/1 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ തിരിച്ചെഴുതണം 1/2. cos x = 1/2. ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. sec x = 2 ആണെങ്കിൽ 1/cos x 2 വരും. 1/cos x 2 ആണെങ്കിൽ വെറും cos x ഇവിടെ തിരിച്ചെഴുതിയാൽ മതി, 1/2 വരും. ഇനി നിങ്ങൾ അത്യാവശ്യം ആംഗിൾസിന്റെ വാല്യൂസ് പഠിക്കണം. ഞാൻ ആദ്യം ടേബിളിൽ എഴുതി തന്നിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ cos x = കിട്ടി. cos x = 0 അല്ല, ഇവിടെ cos x = ഒരു നമ്പർ.
ഈ നമ്പറിനെ കൂടെ നമ്മൾ കോസിലേക്ക് മാറ്റണം. അതിനായിട്ട് നിങ്ങൾക്കറിയാം കോസ് ഏതോ ഒരു വാല്യൂ 1/2 ആണെന്നറിയാം. കോസിന്റെ ആ വാല്യൂസ് കാണാതെ പഠിക്കണം. കോസിന്റെ വാല്യൂ π/3 ആണ് 1/2. കോസ് 60 1/2 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാല്യൂസ് കാണാതെ പഠിക്കണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 1/2 പകരം നമുക്ക് വേണേ കോസ് π/3 എന്ന് കൊടുക്കാം. അപ്പം cos x = cos π/3 എന്ന് കൊടുക്കാം. 1/2 സ്ഥാനത്ത് cos π/3 എഴുതി. ഇപ്പൊ നോക്കാം, ദിസ് ഈസ് ഓഫ് ദ ഫോം cos x = cos y. ആ ഫോമിൽ വന്നു. y-യുടെ സ്ഥാനത്ത് ഒരു ഫിക്സഡ് ആംഗിൾ π/3. ആംഗിൾ y എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഫിക്സഡ് ആംഗിൾ ആയിരിക്കണം π/3. അപ്പൊ നമ്മളുടെ ആ ഫോമിലേക്ക് വന്നു cos x = cos y. ആ ഫോമിൽ വന്നു y എന്ന് പറഞ്ഞ π/3. അപ്പൊ cos x = cos y വന്നാൽ ജനറൽ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം cos x = cos y യുടെ ഓർക്കുന്നുണ്ടോ? x = 2nπ ± y. y എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി π/3 ആ. നമ്മൾ y ക്ക് വാല്യൂ കൊടുക്കുന്നു. ദാറ്റ് ഈസ് x = 2nπ ± π/3. n belongs to z. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഒന്നും കൂടി പറയാം. sec x = 2 എന്നല്ലേ? sec x വെച്ച് നമുക്ക് sec വെച്ച് നമുക്ക് അറിയത്തില്ല. അപ്പൊ കോസിലേക്ക് മാറ്റുക. sec x ൽ 1/cos x = 2 വരും. 1/cos x 2 ആണെങ്കിൽ cos x തന്നെ ഇവിടെ തിരിച്ചാൽ മതി. 1/2 വരും. 1/cos x 2/1 ആണെങ്കിൽ cos x എന്ന് പറഞ്ഞാൽ 1/2 തിരിച്ചെഴുതാം. 1/2 വരും. ഇനി നമ്മൾ ഈ cos x = 1/2. അപ്പൊ റൈറ്റ് സൈഡിലും കോസിലേക്ക് വരണം. അപ്പൊ കോസിന്റെ ഈ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം. cos π/3 ആണ് 1/2. അപ്പൊ ഈ 1/2 സ്ഥാനത്തേക്ക് നമ്മൾ cos π/3 എന്ന് എഴുതി. ഇപ്പൊ നോക്കാം, cos x = cos y ഫോർമുല. cos x = cos y ഫോർമുലയാണ്. y-യുടെ സ്ഥാനത്ത് നോക്കുക π/3 ആണ്. y-യുടെ സ്ഥാനത്ത് π/3. അപ്പൊ നമുക്ക് ആ ഫോം കിട്ടിയാൽ ജനറൽ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = 2nπ ± y. y-ക്ക് വരെ π/3 കൊടുക്കുന്നു. നമ്മൾ ഇവിടെ എഴുതി. ജനറൽ സൊല്യൂഷൻ കിട്ടി. ജനറൽ സൊല്യൂഷൻ മാത്രം പോരാ, പ്രിൻസിപ്പൽ സൊല്യൂഷനും വേണം. അതായത് 0-യുടെയും 2π-യുടെയും 0-യുടെയും 360 ഇടയിൽ വരുന്ന ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്നിന് ഇത് n belongs to z. എന്നിന് 0 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, -1 കൊടുക്കാം, -2 അങ്ങനെ എല്ലാ വാല്യൂസും കൊടുക്കാം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ 2 എണ്ണേ വരുള്ളൂ കേട്ടോ. 2 എണ്ണം അത് ഓർത്ത് വെച്ചോണം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ 2 എണ്ണം ഉറപ്പായിട്ട് വരും. 2 എണ്ണം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് നിർത്താം. നമുക്ക് ആദ്യം എന്നിന് ഓരോരോ വാല്യൂസ് കൊടുക്കാം. n = 0 ആദ്യം കൊടുത്തു നോക്കാം. എന്നിന് 0 കൊടുക്കാം. അപ്പൊ നമ്മൾ x = 2nπ അല്ലേ? 2 × 0 × π വരുമ്പോൾ 0 ആയി പോകുള്ളൂ ഫുള്ള്. ± π/3. അതായത് x = 0 ± π/3 വരും. അതായത് രണ്ട് വാല്യൂ x = ± π/3 വരും. x = π/3 വരും. x = -π/3 വരും. ഇതിൽ ഏതെങ്കിലും നമ്മുടെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിനുള്ളിൽ ഉണ്ടോ എന്ന് നോക്കണം. π/3 എന്ന് വെച്ചാൽ നമുക്കറിയാം 60. 60 എന്ന് പറയുന്നത് 0-യുടെയും 360 ഇടയ്ക്ക്. 2π എന്ന് വെച്ചാൽ 360. അപ്പൊ ഒരെണ്ണം കിട്ടി, ഒരു പ്രിൻസിപ്പൽ വാല്യൂ കിട്ടി. പ്രിൻസിപ്പൽ വാല്യൂ കിട്ടിയാൽ അത് അണ്ടർലൈൻ ചെയ്തേക്കുക. ഇതെന്ന് പക്ഷെ നെഗറ്റീവാ. -60 ആ. -π/3 വെച്ചാൽ -60 ആ. പൈക്ക് 180 കൊടുത്താൽ മതി. പൈ എന്ന് വെച്ചാൽ 180 അല്ലേ നമ്മൾ പഠിച്ച. പൈ 180, 2π 360. നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. പൈക്ക് ഒരു 180 കൊടുത്താൽ മതി. 180/3. 180/3 വെച്ചാൽ 60. 60 എന്ന് പറഞ്ഞാൽ 0-യുടെയും 2π 360. 0-യുടെയും 360 ഇടയിലാണ്. ഇതൊരു പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. 0-യുടെയും 360 ഇടയിൽ വരുന്ന എല്ലാം പ്രിൻസിപ്പൽ സൊല്യൂഷൻസാണ്. ഈ രണ്ടാമത്തെ വാല്യൂ -π/3 ഉണ്ടല്ലോ. -π/3. π/3 വെച്ചാൽ 60 ആണെന്ന് പറഞ്ഞു. -60. നെഗറ്റീവ് ഒരിക്കലും പ്രിൻസിപ്പൽ വാല്യൂ അല്ല. പോസിറ്റീവ് 0 തൊട്ട് 2π വരെയല്ലേ? 0 തൊട്ട് 2π വരെ പോസിറ്റീവാണ്. അപ്പൊ ഇത് നമുക്ക് നോട്ട് ബിലോങ്സ് ടു ആണ്. ഇത് നമുക്ക് എടുക്കണ്ട. -π/3 എടുക്കണം. ഒരെണ്ണം കിട്ടി. കിട്ടുന്നത് അണ്ടർലൈൻ ചെയ്തേക്കാം. +π/3. ±π/3 ആണ്. ഒരെണ്ണം +π/3, മറ്റേത് -π/3 ആണ്. -π/3 നമ്മൾ നെഗറ്റീവാണ്. നെഗറ്റീവ് ആംഗിൾ പ്രിൻസിപ്പൽ വാല്യൂ അല്ല. അതെടുക്കുക. പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല. 0 തൊട്ട് 2π വരെയല്ലേ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അപ്പൊ നെഗറ്റീവ് ആംഗിളിനെ വിട്ട് കളഞ്ഞേക്കുക. നമ്മൾ എടുക്കുന്നില്ല. പോസിറ്റീവ് ആംഗിൾ മാത്രം നോക്കിയാൽ മതി. π/3. π/3 60. 60 ആണ്. അത് 0-യുടെയും 360 ഇടയിലുള്ളതാണ്. ഒരെണ്ണം കിട്ടി. ഇനി ഒരെണ്ണം കൂടെ കിട്ടണം. 2 പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഉണ്ട്. അതിനായിട്ട് അടുത്ത് ഇനി പുട്ട് n = 1. എന്നിന് ആദ്യം 0 കൊടുത്തല്ലോ. ഇനി 1 കൊടുക്കാം നമുക്ക്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 2nπ അല്ലേ? 2 × 1 × π ± π/3 വരും. അതായത് 2 × 1 × π എന്നാൽ 2π വരും.
x is equal to 2π plus or minus pi by 3. ഇവിടെ രണ്ടെണ്ണം 2π plus pi by 3 ഉണ്ട്, 2π minus pi by 3 ഉണ്ട്. ഓരോന്നും എടുത്ത് ചെയ്ത് നോക്കാം. അപ്പം x is equal to 2π plus pi by 3 ഉണ്ട്, x is equal to 2π minus pi by 3 ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2π പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും 360 കൂടി, 2π പ്ലസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ 360 പ്ലസ് 60 420 വരും. അത് എടുക്കണ്ട. 2π പ്ലസ് ഒരിക്കലും എടുക്കണ്ട, നെഗറ്റീവ് എടുക്കണ്ട, 2π പ്ലസും എടുക്കണ്ട. അപ്പൊ നമുക്ക് ഇത് ആദ്യത്തേത് വേണ്ട. x is equal to 2π എന്ന് പറയുമ്പോൾ 360 ആയി, പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും 360 കൂടി, 360 കൂടുതലുള്ള ഒന്നും എടുക്കണ്ട. നോട്ട് ബിലോങ്സ് ടു 0 2π. ഇത് നമ്മൾ ചെക്ക് ചെയ്യണ്ട, കാരണം 360 കൂടുതലാണ്, പ്ലസ് അല്ലേ കൂടുതൽ, അത് നോക്കണ്ട. പക്ഷെ അടുത്തത് 2π 360 മൈനസ് കുറവാ, അത് വരും. അത് എത്രയെന്ന് കണ്ടുപിടിക്കണേ. x is equal to 2π minus pi by 3. 2π by 1 LCM എടുത്ത് ചെയ്യാം. താഴെ 3 വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 2π 6π മൈനസ് പൈ into 1 പൈ വരും. 6π മൈനസ് പൈ എന്ന് പറയുമ്പോഴത്തേക്കും 5π by 3 വരും. x is equal to 5π by 3. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 5π by 3യുടെ വാല്യൂസ് ആയിട്ട് ഇവിടെ ഞാൻ എഴുതാം. 5π by 3 എന്ന് വെച്ചാൽ 5 into പൈ 180 അല്ലേ, ബൈ 3. 3യും 180 കൂടെ കിട്ടുമ്പോൾ 60 വരും. 60 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300 വരും. 300 എന്ന് പറഞ്ഞാൽ 0യുടെ 360ന്റെ ഇടയിലുള്ള 360 താഴെ 300 വരും. അതുകൊണ്ട് നമുക്ക് എഴുതാം ദിസ് ബിലോങ്സ് ടു 0 2π. 0യുടെ 360ന്റെ ഇടയ്ക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 360 താഴെയാണോ നോക്കിയാൽ മതി. 360 മേളിലാണെങ്കിൽ എടുക്കണ്ട. പൈക്ക് 180 ഇട്ട് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ 300 കിട്ടി. 300 എന്നുള്ളത് യു നോട്ട് ബിലോങ്സ് ടു ബിലോങ്സ് ടു x is equal to 5π by 3 belongs to 0 2π. അപ്പോൾ രണ്ടെണ്ണം കിട്ടിയാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരെണ്ണം π by 3. പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ π by 3 ആൻഡ് അടുത്തത് 5π by 3. ഇങ്ങനെ രണ്ടെണ്ണമാണ് നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ നമ്മൾ ആദ്യം എഴുതിയായിരുന്നല്ലോ. ജനറൽ സൊല്യൂഷൻ്റെ അകത്തു നിന്നാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. എന്നിന് 0 1 2 3 അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. രണ്ടെണ്ണം കിട്ടിയാൽ പിന്നെ ചെയ്യേണ്ട, രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷനേ വരുള്ളൂ, രണ്ടെണ്ണേ വരത്തുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം കിട്ടിയാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം π by 3യും അടുത്തത് 5π by 3. അപ്പം ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനും പഠിച്ചോളൂ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ശ്രദ്ധിച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്കും പഠിച്ചോളുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. cot x equal to minus root 3. cot x equal to minus root 3. cot x minus root 3. ഇവിടെ കോട്ട് നമുക്കറിയത്തില്ല, സൈനും കോസും ടാനും വെച്ചേ അറിയത്തുള്ളൂ. അപ്പം കോട്ട് എന്ന് വെച്ചാൽ ടാനിന്റെ റെസിപ്രോക്കൽ ആണല്ലോ, നമുക്ക് ടാൻ വെച്ച് ചെയ്യാം. അപ്പം കോട്ട് എക്സ് വെച്ചാൽ 1/tan x ആണ്. 1/tan x equal to minus root 3. 1/tan x minus root 3 ആണെങ്കിൽ tan x, therefore tan x equal to, ഇവിടെ തിരിച്ചെഴുതുമ്പോൾ ഇവിടെ റെസിപ്രോക്കൽ എഴുതി, ഇവിടെ റെസിപ്രോക്കൽ എഴുതാം. 1 minus root 3 വരും. തിരിച്ചെഴുതുമ്പോൾ 1 minus root 3 വരും. അതായത് tan x equal to മൈനസ് നമുക്ക് മേളിൽ എഴുതാം 1/√3. ഇനി നമുക്ക് ടാനിന്റെ ഏത് ആംഗിളാണ്, ടാനിന്റെ ഏത് ആംഗിളാണ് √3 വരുന്നത് നോക്കാം. √3 അല്ല 1/√3 വരുന്നത്. ടാനിന്റെ ഏത് ആംഗിളാണ് 1/√3 വരുന്നത്? ഏത് ആംഗിളാണ്? π/6 അല്ലേ? π/6 30 ടാൻ 30 sin 30 എന്ന് പറയുമ്പോൾ 1/2. sin 30 1/2 ആണ്. ബൈ cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1/√3 വരും. അപ്പം tan 30 ആണ് 1/√3. അപ്പൊ നമ്മൾ ഈ 1/√3 മൈനസ് ഇവിടെ കിടപ്പുണ്ട്, അതോടെ നിൽക്കട്ടെ. tan x equal to 1 മൈനസ് ഉണ്ട്, വെളിയിൽ കിടപ്പുണ്ട്. 1/√3ക്ക് പകരം tan π/6 എന്ന് കൊടുക്കുന്നു. നമുക്ക് ഈ മൈനസ് വെളിയിൽ കിടക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഇക്വേഷൻ tan x equal to tan y എന്നാണ്. മൈനസ് ഒന്നും വെളിയിൽ കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ മൈനസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? tan of minus x. ടാനിന്റെ അകത്ത് മൈനസ് വന്നാൽ വെളിയിലേക്ക് എടുക്കാം, വെളിയിൽ മൈനസ് വന്നാൽ അകത്തേക്ക് വിടാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാം. ടാനിന്റെ അകത്ത് മൈനസ് വന്നാൽ വെളിയിലും എടുക്കാം, വെളിയിൽ മൈനസ് ഉണ്ട് അതിനെ എടുത്ത് അകത്തേക്ക് വിടാം. ഇപ്പൊ ഇവിടെ കിടക്കുന്ന വെളിയിലാണ്, നമുക്ക് വെളിയിൽ മൈനസ് വേണ്ട, ഇതെടുത്ത് അകത്തേക്ക് ഇടാം ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം tan x equal to tan minus π/6. ഇതിപ്പോ നമ്മുടെ ഫോമിലായി. tan x equal to tan y ഫോമിലായി. ദിസ് ഈസ് ഓഫ് ദ ഫോം, നമ്മുടെ ഇക്വേഷൻ ഫോമിലായി. tan x equal to tan y ഫോമിലായില്ലേ? y എന്ന് പറയുന്നത് -π/6 വരും. y യുടെ സ്ഥാനത്ത് -π/6 വന്നു.
ഇനി നമ്മൾ ജനറൽ സൊല്യൂഷൻ ഈ കേസിലെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x is equal to n pi plus y ആണ്. y എന്ന് പറഞ്ഞാൽ -π/6 ആണ്. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x is equal to n pi plus y അല്ലേ, -π/6 അല്ലേ, അപ്പോൾ -π/6 n belongs to z. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. n by -π/6 പ്ലസ് ആയിരുന്നു, പക്ഷേ ആംഗിൾ മൈനസ് ആയതുകൊണ്ട് -π/6 എന്ന് കിട്ടി. ഇനി നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണണം. 0യുടെ 360 ഇടയ്ക്ക് വരുന്ന ആംഗിൾ അത് കാണാൻ വേണ്ടി എന്നിന് 0, 1, 2, 3 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി n is equal to 0. എന്നിന് 0 കൊടുക്കുക ആദ്യം. x is equal to എന്നിന് 0 കൊടുക്കുമ്പോൾ 0 into π വരും. 0 into π എന്ന് പറയുമ്പോൾ 0 വരും, -π/6. അതായത് -π/6 വരും. നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് ആംഗിൾ വന്നാൽ എടുക്കണ്ട. 0 തൊട്ട് 2π വരെ പോസിറ്റീവ് മാത്രം എടുത്തേച്ചാൽ മതി. 0 നെഗറ്റീവ് വന്നാൽ എടുക്കണ്ട. ദിസ് നോട്ട് ബിലോങ്സ് ടു. ആദ്യത്തേത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല, -π/6 ആണ്, അതല്ല. അപ്പോൾ ഇനി അടുത്ത 1 കൊടുക്കുക. അപ്പോൾ n is equal to 1. അപ്പോൾ x is equal to n into π. എന്നിന് 1 അല്ലേ കൊടുത്തത്, 1 into π 1π വരും, -π/6. LCM എടുക്കുന്നു, 6 LCM എടുക്കുമ്പോഴത്തേക്കും 6 into 1π 6π വരും, 6π minus π, അതായത് x is equal to 5π/6. ഇത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിനുള്ളിൽ ഉണ്ടോ എന്ന് നോക്കണം. അത് നോക്കാൻ വേണ്ടി നിങ്ങൾ 5π/6ന് 5 into 180/6 കൊടുക്കുക. 180യും 6ഉം കൂടെ വെട്ടിപ്പോക്കോളും 30 വരും. 30 into 6 അല്ലേ 180. ഇനി 5 into 30 വരും. 5 into 30 വെച്ചാൽ 150 വരും. 150 എന്ന് പറഞ്ഞാൽ 0യുടെ 360 ഇടയ്ക്കാണല്ലോ. 0 തൊട്ട് 2π വരെ 0യുടെ 360 ഇടയ്ക്കാണ് 150 വരുന്നത്. അപ്പം നമുക്ക് പറയാം ദിസ് ബിലോങ്സ് ടു 0 2π. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഒരെണ്ണം കിട്ടി, ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇതുപോലെ അടുത്തത് കണ്ടുപിടിച്ചാൽ മതി. അടുത്തതെന്ന് പറയുന്നത് n is equal to 2. എന്നിന് 2 കൊടുക്കുന്നു. അപ്പോൾ x is equal to ഇവിടെയാണ് കൊടുക്കുന്നത്. 2 കൊടുക്കാൻ 2 into π 2π minus π/6. LCM എടുക്കുന്നു. 6 LCM എടുക്കുമ്പോഴത്തേക്കും 6 into 2π 12π minus π/6 minus π 12π minus π വരും. അതായത് 12π minus π എന്ന് പറയുമ്പോൾ 11π/6 വരും. ഇതുണ്ടോ നമുക്ക് നോക്കാം. 11π/6 എന്ന് പറയുമ്പോൾ 11 into 180/6 ആണ്. 6ഉം 180 കൂടെ 30 വരും. 11 into 30 360 താഴെയാണ്. 0യുടെ 360 ഇടയ്ക്കാണ് 330. അപ്പം അത് ഓക്കെ. ബിലോങ്സ് ടു 0 2π. അപ്പം രണ്ടെണ്ണം കിട്ടി. ഇവിടെ ഒരെണ്ണം 5π/6ഉം ഇവിടെ ഒരെണ്ണം 11π/6ഉം. അത് രണ്ടുമാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അപ്പം പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ 5π/6 ആൻഡ് 11π/6. അങ്ങനെ വേണം ചെയ്യാൻ. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ആ വാല്യൂസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് കാണാതെ പഠിക്കണം, എങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സൈനിന്റെ കോസിന്റെ ടാനിന്റെ ഫുൾ വാല്യൂസ് പഠിക്കണം. എന്ന് വെച്ചാൽ ഫുൾ വാല്യൂസ് ഒന്നുമില്ല. 5/3 5/4 5/6 മൂന്നെണ്ണം പഠിച്ചാൽ പോരെ. അത് മൂന്നും വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. ഈ ഒരു ക്വസ്റ്റിനോട് നമുക്ക് ചെയ്യാം. cosec x equal to -2. cosec x equal to -2. cosec x equal to -2. ഇവിടെ കൊസീക്കാണ്. കൊസീക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൊസീക്ക് ഇപ്പം സൈനിന്റെ റെസിപ്രോക്കൽ ആണല്ലോ. കൊസീക്കിനെ സൈനിന്റെ 1/sin എന്ന് എഴുതാം. കൊസീക്ക് എക്സിനെ 1/sin x എന്ന് എഴുതുന്നു. ഈക്വൽ ടു -2. അങ്ങനെയാണ് sin x എന്ന് പറയുന്നത് 1/sin x -2 ആണ്. sin x ഇവിടെ തിരിച്ചിട്ടാൽ മതി. -2/1 എന്നുള്ളത് തിരിച്ചിടുമ്പോൾ 1/-2 വരും. ഇവിടെ നമ്മൾ തിരിച്ചിടും, ഇവിടെ തിരിച്ചിടുക. 2നെ -2നെ തിരിച്ചിടുമ്പോൾ 1/-2 വരും. മൈനസ് നമുക്ക് മുകളിലേക്ക് ഇടാം. sin x equal to -1/2. ഇനി ശ്രദ്ധിക്കാം, സൈനിന്റെ ഏത് ആംഗിൾ ആണ് 1/2. 1/2 കിട്ടണമെങ്കിൽ 5/6 എടുക്കണം. sin 6 30 അല്ലേ 1/2. sin 30 ആണ്. 5/6 30 എന്ന് പറഞ്ഞാൽ 5/6 180/6 അല്ലേ. sin 30 ആണ് 1/2. അപ്പൊ നമ്മളിവിടെ ഈ 1/2ന് പകരം sin x equal to മൈനസ് അവിടെ കിടന്നോട്ടെ, 1/2ന് പകരം sin π/6 കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചാണ് സൈൻ നെഗറ്റീവ് എക്സ്, നെഗറ്റീവ് ആംഗിൾ അകത്തോട്ടും
വെളിയിലോട്ട് സൗകര്യപൂർവ്വം ഇടാം. അകത്ത് വന്നാൽ വെളിയിൽ ഇടാം, വെളിയിൽ വന്നാൽ അകത്തോട്ട് ഇടാം. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ആവശ്യം അതിനനുസരിച്ച് മാറ്റാം. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം വെളിയിലാണ് ഇടുന്നത്, വെളിയിൽ മൈനസ് വേണ്ട. അപ്പം ഇതെടുത്ത് അകത്തേക്ക് ഇടാം. സൈനിനും ടാനിനും പറ്റും, കോസിനും പറ്റത്തില്ല, അത് ശ്രദ്ധിച്ചോണം. അപ്പം സൈൻ എക്സ് ഈക്വൽ ടു സൈൻ മൈനസ് 5/6 ഇങ്ങനെ ഇടാം. സൈൻ മൈനസ് 5/6 ഇത് ഈ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ ഈ വെളിയിൽ കിടക്കുന്ന മൈനസിനെ എടുത്ത് അകത്തേക്ക് ഇട്ടു. ഇതിപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ഫോമിൽ വന്നില്ലേ? ദിസ് ഈസ് ഓഫ് ദ ഫോം സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ. വൈയുടെ സ്ഥാനത്ത് നോക്കുക, സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ. വൈക്ക് പകരം മൈനസ് 5/6. അപ്പം ജനറൽ സൊല്യൂഷൻ ഇല്ല. ജനറൽ സൊല്യൂഷൻ ഈസ് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു വൈ. n ബിലോങ്സ് ടു z ഉണ്ട്, y എന്ന് പറഞ്ഞാൽ -5/6 ആണ്. അത് നമ്മളിവിടെ കൊടുക്കുന്നു. എക്സ് ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു വൈക്ക് പകരം മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് -5/6. ഈ മൈനസ് ഇവിടെ എടുത്ത് നടുക്കോട്ട് ഇടാം. അപ്പം നമുക്ക് ഇങ്ങനെ ഇടാം, n പൈ മൈനസ് തന്നെ എഴുതുക. ഈ മൈനസ് നടുക്കോട്ട് ഇടുമ്പോൾ ഇവിടെ മൈനസ് വരും. -1 റേസ് ടു n ഇൻറ്റു π/6. n ബിലോങ്സ് ടു z. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. എക്സ് ഇസ് ഈക്വൽ ടു ജനറൽ സൊല്യൂഷൻ ഒക്കെ അണ്ടർലൈൻ ചെയ്തോണേ. എക്സ് ഇസ് ഈക്വൽ ടു n പൈ, ഇവിടെ മൈനസ് ആണ്ട് ഈ മൈനസ് നടുക്കോട്ട് വന്നാട്ടോ, -1 റേസ് ടു n ഇൻറ്റു π/6. n ബിലോങ്സ് ടു z. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി എന്നിന് നമ്മൾ 0, 1, 2, 3 അങ്ങനെ വാല്യൂസ് കൊടുത്താൽ മതി. ആദ്യം എന്നിന് നമുക്ക് 0 കൊടുത്ത് നോക്കാം. put n is equal to 0. എന്നിന് 0 കൊടുക്കുമ്പോൾ x is equal to 0 into pi വരും, അത് 0 -1 raised to 0 into π/6. ഇനി നമ്മൾ പഠിച്ചു any number raised to 0 വന്നാലും 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ -1 raised to 0 വന്നാലും 1 ആണ്. അപ്പോൾ നമുക്ക് x is equal to -1 into π/6 വരും, അതായത് -π/6 വരും. പിന്നെ നെഗറ്റീവ് ആംഗിൾ വന്നാൽ ശരിയാവുമോ? നെഗറ്റീവ് ആംഗിൾ വന്നാൽ പ്രിൻസിപ്പൽ വാല്യൂ അല്ല, അതുകൊണ്ട് നോട്ട് ബിലോങ്സ് ടു 0 to π. അപ്പോൾ 0 to π നോട്ട് ബിലോങ്സ് ടു 0 to π ആണ്. എന്നിന് 0 കൊടുത്തപ്പോൾ ഇനി നമ്മൾ എന്നിന് അപ്പോൾ ഇത് നെഗറ്റീവ് ആംഗിൾ ഒരിക്കലും നമ്മുടെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൻ്റെ അകത്ത് വരുന്നതല്ല, പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല, അത് നമുക്ക് എടുക്കണ്ട. ഇനി നമുക്ക് എന്നിൻ്റെ അടുത്ത വാല്യൂ 1 കൊടുക്കുന്നു. അപ്പോൾ 10 is equal to 1. അപ്പോൾ x is equal to നോക്കാം 1 into π. 1 into π എന്ന് വെച്ചാൽ 1 π -1 raised to 1 into π/6. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതിക്കോണേ. ദാറ്റ് ഈസ് x is equal to 1 π എന്ന് വെച്ചാൽ π -1 raised to 1 എന്ന് വെച്ചാൽ -1 തന്നെയാണ്. മൈനസ് ഇൻറ്റു -1 വരും, -1 പ്ലസ് വരും, പ്ലസ് 1 π/6 വരും. 1 into π/6 അതായത് π പ്ലസ് π/6 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യണേ. 6 LCM എടുക്കാം നമുക്ക്. 6 LCM എടുക്കുമ്പോഴത്തേക്കും ക്രോസ് മൾട്ടിപ്ലൈ 6π പ്ലസ് π വരും. 6π പ്ലസ് π എന്ന് പറയുമ്പോഴത്തേക്കും 7π വരും. x is equal to 7 π/6. അത് നമുക്ക് നോക്കാം നമ്മുടെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന്റെ ഉള്ളിലുണ്ടോന്ന്. അപ്പോൾ നിങ്ങൾ സൈഡിൽ 7 π/6 എത്രയെന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. ഈക്വൽ ടു 7 into 180/6. 6ഉം 180 കൂടെ വെട്ടിപ്പോക്കോളും 30 വരും. 30 into 6 അല്ലേ 180. 7 into 30 എന്ന് വെച്ചാൽ 210. 210 വരും. 210 എന്ന് പറഞ്ഞാൽ 0യുടെ 360 ഇടയ്ക്കാണല്ലോ. 0യുടെ 360 ഇടയ്ക്കാണ് 210. അപ്പോൾ നമുക്ക് പറയാം ദിസ് ബിലോങ്സ് ടു 0 to π. 0 to π ഇതിൻ്റെ അകത്ത് ബിലോങ്സ് ടു അല്ല 7 π/6 ബിലോങ്സ് ടു 0 to π. അത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിനുള്ളിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടി 7 π/6. ഇനി അടുത്ത കൂടെ നോക്കാം. അടുത്തത് ഇനി നമ്മൾ എന്നിപ്പോൾ 0 കൊടുത്തു 1 കൊടുത്തു. ഇനി നമുക്ക് 2 കൊടുത്തു നോക്കാം. 10 is equal to 2. അപ്പോൾ x കണ്ടുപിടിക്കാം. x ഇവിടെ കൊടുത്തു 2 into π 2π -1 സ്ക്വയർ വരും. -1 സ്ക്വയർ ഇൻറ്റു π/6. അതായത് x is equal to 2π -1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്. 1 into π/6 അതായത് 2π - π/6 വരും. 2π - π/6 വരും.
ഇനി നമ്മൾ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. x is equal to 6 LCM വരും 2π ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2π ഇൻറ്റു 6 12π മൈനസ് ഇവിടെ ഡിനോമിനേറ്ററിൽ 2π ഇവിടെ നമുക്ക് ബൈ 1 എന്ന് എഴുതാം. ബൈ 1 എന്ന് എഴുതാം. ഞാനിത് ഇത്രയും നേരം എഴുതാനാണ്. അത് ഓർത്തോണം. 2π മീൻസ് 2π ബൈ 1 മൈനസ് π ബൈ 6. താഴെ LCM 1 ഇൻറ്റു 6 ആണ്. 6 ക്രോസ് മൾട്ടിപ്ലൈ 2π ഇൻറ്റു 6 12π വരും. 1 ഇൻറ്റു π വരും. ദാറ്റ് ഈസ് x is equal to 12π മൈനസ് π എന്ന് പറഞ്ഞാൽ 11π വരും ബൈ 6. 11π ബൈ 6 പ്രിൻസിപ്പൽ ബ്രാഞ്ചിന് ഉള്ളിലുണ്ടോ എന്ന് നോക്കാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 11π ബൈ 6 ഈക്വൽ ടു 11 ഇൻറ്റു 180 ബൈ 6. 6 180 കൂടെ വെട്ടി 30 വരും. 11 ഇൻറ്റു 30 330 വരും. 330 360 താഴെ 0യുടെ 360ന്റെ ഇടയ്ക്കാണ് 330 വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ബിലോങ്സ് ടു 0 2π. അപ്പോൾ രണ്ടെണ്ണം കിട്ടി. ആദ്യത്തേത് അണ്ടർലൈൻ ചെയ്ത് 7π ബൈ 6ഉം 11π ബൈ 6ഉം. അപ്പം പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ വന്ന ആ രണ്ടെണ്ണമാണ് 7π ബൈ 6ഉം 11π ബൈ 6ഉം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ എങ്ങനെ 0 1 2 3 വാല്യൂസ് കൊടുത്താൽ മതി. ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.